ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഹബക്കൂക്ക് ഒന്ന് വായിക്കാം, അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. POC ബൈബിളിൽ നിന്നാണ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 1 മുതൽ. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. ഹബക്കൂക്ക് ഒരു പ്രവാചകനാണ്. ദൈവത്തോടൊരു കാര്യം ചോദിച്ച് കുറേ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിട്ട് ഹബക്കൂക്ക് പറയുകയാണ്, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. ഈ കാവൽ ഗോപുരം എന്ന് പറഞ്ഞാൽ കർത്താവ് ആദ്യം എനിക്ക് ഇന്ന് തന്ന ഒരു ബോധ്യം തന്നെ നമ്മുടെ പ്രയർ റൂം, അതാണ് നമ്മുടെ കാവൽ ഗോപുരം. ഞാൻ ഇന്ന് രാവിലെ അതാ ചെയ്തത്. ഞാൻ അവിടെ രാവിലെ ഇരുന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു, എൻ്റെ കാവൽ ഗോപുരത്തിൽ ഇരുന്നു. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്നോട് വ്യക്തമായിട്ടൊന്ന് വായിക്കാൻ പറഞ്ഞാൽ ഞാൻ പഴയ നിയമം അങ്ങനെ വായിക്കാറേ ഇല്ല. ചില സമയങ്ങളിൽ സാഹചര്യം ഞാൻ കർത്താവിനോട് ചെയ്യും, കർത്താവേ എന്നോട് സംസാരിക്കണം. ദൈവവചനത്തിൽ കൂടെ നേരിട്ട് പരിശുദ്ധാത്മ സംസാരിക്കും, ദൈവവചനത്തിൽ കൂടെ സംസാരിക്കും. ഇന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചു, എനിക്ക് 100% ഉറപ്പാണ്. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവ് എനിക്ക് ഉത്തരവരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായിട്ട് എഴുതുക, വലുതായിട്ട് എഴുതുന്നവനെ പബ്ലിഷ് ചെയ്യുക. ഞാനിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എനിക്ക് തന്ന ആ ഒരു എന്താ പറയുക സൊല്യൂഷൻ, അതൊരു ദർശനമാണ്. ഫലവ്യക്തമായ ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞു. ഇനി പ്രയർ റിക്വസ്റ്റാണ്, പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയോ? ഈ രോഗം കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് തീരണം. ഇത് സൗഖ്യമായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എങ്ങനെയാണെന്നും കർത്താവ് എങ്ങനെ സംരക്ഷിക്കുന്നുള്ളത് അനേകരിതറിഞ്ഞ് വിശ്വസിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്ര ബോൾഡായിട്ട് ഞാനിത് പറയുന്നത്, രഹസ്യമാക്കി വെക്കാൻ. കാരണം എനിക്ക് അത്ര ഉറപ്പാണ്. കർത്താവിനെ ലീഡ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറയും. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ടൈം അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡെലിവറൻസിന്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. ദാറ്റ് ഈസ് കമ്മിങ് ടു എ എൻഡ്. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് ഇച്ചിരി സമയമെടുത്താലും യു വെയിറ്റ് ഫോർ ഇറ്റ്, കാത്തിരിക്കുക. അത് തീർച്ചയായിട്ടും വരും. കാരണം അത് കർത്താവിൽ നിന്ന് വന്നാൽ തീർച്ചയായിട്ടും ഡെലിവറൻസ് ഉണ്ട്, ഉറപ്പാണ്. അത് താമസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഓൺ ടൈമായിരുന്നു. നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരു യാത്ര പോകും, 3 മണിക്കൂർ. ഞങ്ങൾ ഇവിടുന്ന് സ്ഥലത്തേക്ക് പോകുമ്പോൾ 3.5 മണിക്കൂർ യാത്ര. അപ്പം 3.5 മണിക്കൂർ മുമ്പ് അല്ല, 3.5 മണിക്കൂറിനകത്ത് ചെല്ലുവാണെങ്കിൽ നമ്മൾ താമസം പറയും. നമുക്ക് ബോറടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചുകൊണ്ട് നമ്മൾ പറയും, ഇതന്നെ ഇത്ര സമയം എടുക്കുമെന്ന് പറയും. ഇല്ല, അതിൻ്റെ ടൈം ആയില്ല. അതേസമയം 3.5 മണിക്കൂർ കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയും ലേറ്റായി എന്ന് പറഞ്ഞാലേ അത് തീർച്ചയായും വരും. അത് താമസിക്കത്തില്ല, ഡിലേഡ് ആകത്തില്ല, അതിൻ്റെ ടൈം കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. വൈകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഇച്ചിരി ടൈം പോകുമ്പോൾ നമുക്ക് ഇപ്പോഴും അക്ഷമേ, പെട്ടെന്ന് വേണം, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് പെട്ടെന്ന് വിടുതൽ വേണം. കർത്താവിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ഹൃദയപരമാർത്ഥത ഇല്ലാത്തവർ പരാജയപ്പെടും. അതിനകത്ത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ വേറെയാണ്. ദോസ് ഹു റിലേ ഓൺ ദംസെൽസ്, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർ. എന്നാൽ നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും. നമ്മളെ കർത്താവ് നീതീകരിച്ചതാണ് അല്ലേ? കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കർത്താവിൻ്റെ സെയിൻസാണ്. നമ്മൾ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, കാഴ്ചയും മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെയോ എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കും, വിശ്വാസം മൂലം ജീവിക്കും. അപ്പോൾ വി ഹംബ്ലി റിക്വസ്റ്റ് ഓൾ യുവർ പ്രേയേഴ്സ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമ്പോൾ അനേകരുടെ നന്ദിക്കും സ്തോത്രത്തിനും കാരണമാകും. അനേകർക്ക് മാനസാന്തരത്തിന് ഇടയാവും. എങ്ങനെ ദൈവശബ്ദം കേൾക്കാൻ പറ്റുമെന്നും എങ്ങനെ കർത്താവിൽ ആശ്രയിക്കാമെന്നും, മെഡിക്കൽ സയൻസിൽ ആശ്രയിക്കുന്നത് നല്ലത് കർത്താവിൽ ആശ്രയിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നല്ലത് കർത്താവിൽ. അത് വചനമാണ് കേട്ടോ, ആദ്യം പറഞ്ഞ വചനമല്ല. പക്ഷെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ ആശ്രയിക്കും. ഞാനത് ആശ്രയിക്കും. ഞാൻ ഒരു ഡോക്ടറിലും ഒരു മരുന്നിലും ഒന്നിലും ഒരു പൈസയിൽ ഞാൻ ഒന്നിലും ആശ്രയിക്കുന്നില്ല. അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കതെല്ലാം ആവശ്യമാണ്. നമ്മുടെ ബന്ധുക്കൾ നമുക്ക് ആവശ്യമോ, പൈസ ആവശ്യമോ, ഡോക്ടേഴ്സ് എല്ലാം ആവശ്യമാണ്. പക്ഷെ ആശ്രയം കർത്താവ്. അതാ വചനം പറയുന്നത്, നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും. നമ്മൾ കർത്താവിൻ്റെ നീതിമാന്മാർ, കർത്താവ് നമ്മളെ നീതീകരിച്ചതാണ്. നമ്മൾ ജീവിക്കുന്നത് വിശ്വാസം മൂലം.
അത് കർത്താവ് പ്രൂവ് ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുക, ആരും വിഷമിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ മീറ്റിംഗ് സംഭവിച്ചത്? ദൈവം ശിക്ഷിച്ചതാണോ, അതോ ദൈവത്തെ വിളിച്ചത് കൊണ്ട് കുഴപ്പമായതാണോ, കൂടുതൽ വിളിക്കാതിരിക്കുന്നതാണോ, നല്ല അങ്ങനെയൊക്കെ ഒത്തിരി വേർഷൻസ് ഉണ്ടാവും. നോ, ഇത് കർത്താവ് അറിയാം, ഇത് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ടാണ്. കർത്താവിൻ്റെ മഹത്വത്തിനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ശുശ്രൂഷിക്കുന്നു. എന്നെ അതിന് കർത്താവ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയും. ഒരു പരാതിയില്ല. കർത്താവിൻ്റെ നാമം മഹത്വമുണ്ട്. താങ്ക് യു ഫോർ ഓൾ യുവർ പ്രേയേഴ്സ്.